ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യം മോഡുലേഷൻ എന്താന്നുള്ളത് നോക്കാം. മോഡുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് മോഡിഫൈങ് എ സിഗ്നൽ ഓർ വേവ് ഫോം ടു ക്യാരി ഇൻഫോർമേഷൻ ഓർ ഡേറ്റ. അതായത് നമ്മൾ മോഡുലേഷൻ എന്തിനാ ചെയ്യണതെന്ന് വെച്ചാല് നമ്മളൊരു സിഗ്നൽ അല്ലെങ്കിൽ വേവ് ഫോം അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ഇൻഫോർമേഷൻ എന്താണോ അത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലേഷൻ എന്നുള്ള പർപ്പസ് ചെയ്യുന്നത്. അപ്പം ഡേറ്റ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാം. അതിപ്പോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആവാം, അല്ലെങ്കിൽ വീഡിയോ ആവാം, എന്ത് വേണമെങ്കിലും ആവാം നമ്മുടെ ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ നമ്മുടെ മോഡുലേഷൻ നമുക്കറിയാവുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിഗ്നൽ പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സിൽ തന്നെ പല ഫീൽഡിലും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the purpose of modulation is to allow the transmission of information over a communication channel effectively. അതായത് മോഡുലേഷൻ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു ചാനലിലൂടെ ഒരു ഇൻഫർമേഷൻ എഫക്റ്റീവ്ലി പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഇതായിട്ട് ഈ ഒരു വേവ് ഫോമിന്റെ ഇതിലായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാം, വീഡിയോ ആവാം, ഡേറ്റ ആവാം, വോയിസ് വേണം, അത് എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ നമ്മൾ യൂഷ്വലി ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസിന്റെ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ EM വേവ്സിന്റെ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സിഗ്നൽസിലായിരിക്കും. അപ്പൊ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ചാനൽ ആയിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യുക. അപ്പം ഈ മോഡുലേഷൻ ഇവിടെ എന്താ ചെയ്യണേന്ന് വെച്ചാല് നമ്മുടെ ഇൻഫർമേഷൻ ഒരു ക്യാരിയർ സിഗ്നലിലോട്ട് അത് എംബഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ക്യാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് അതൊരു ഹൈ ഫ്രീക്വൻസി വേവ് ഫോം ആണ്. അപ്പം ഇതിനെ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയത്തില് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബേസിക്കലി ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ മോഡുലേഷൻ എന്നുള്ളൊരു പ്രോസസ് വഴിയാണ് നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ചാനലിലൂടെ നമ്മൾ ബേസിക്കലി ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിനെ ആദ്യം എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റർ സെക്ഷൻ തന്നെ മോഡുലേഷൻ നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഇൻഫർമേഷൻ ചാനലിലൂടെ പാസ് ചെയ്യുള്ളൂ. അപ്പൊ മോഡുലേഷൻ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഗിവൺ ഇൻഫർമേഷൻ നമ്മളൊരു ക്യാരി സിഗ്നലിലോട്ട് എംബഡ് ചെയ്യും. ക്യാരി സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആണ്. അപ്പൊ ഇതാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മോഡുലേഷൻ എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവരാണോ, അല്ലെങ്കിൽ ഡിപ്ലോമ അവസാന വർഷ വിദ്യാർത്ഥിയാണോ എങ്കിൽ നിങ്ങൾക്കും വെറും 3 വർഷം കൊണ്ട് ഇനി BTech എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. അതെ, ലെറ്റ് അഥവാ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് 2025 ഉടൻ നടക്കാനിരിക്കുകയാണ്. ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. മുൻവർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ക്ലാസുകൾ ലൈവ് സെഷൻസ് ആയും റെക്കോർഡഡ് സെഷൻസ് ആയും നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം എ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് ടോപ്പിക് വൈസ് എക്സാംസ്, ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവ അടങ്ങിയ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെ. ഈ അടുത്ത നമുക്ക് നീഡ് ഫോർ മോഡുലേഷൻ, അതായത് നമ്മൾ മോഡുലേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് ദ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് വൺ, ഇറ്റ് റെഡ്യൂസസ് ദ ഹൈറ്റ് ഓഫ് ആന്റിന. And third one, it improves the quality of reception. Fourth one, it avoids the mixing of signals. Fifth one, it allows the multiplexing of signals. And last one, it allows bandwidth adjustments. ഇപ്പൊ നീഡ് ഫോർ മോഡുലേഷൻ അറിഞ്ഞിരിക്കുക. നമ്മൾ കമ്മ്യൂണിക്കേഷനിലെ എപ്പോഴും മോഡുലേഷൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ നീഡ് ഫോർ മോഡുലേഷനും കൂടെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് മോഡുലേഷൻ കൊണ്ട് ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ റേഞ്ച് കൂട്ടാൻ പറ്റും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റിന, അതായത് നമ്മൾ ട്രാൻസ്മിറ്റർ സെക്ഷനിലെ ആന്റിന യൂസ് ചെയ്യുന്നുണ്ട്, റിസീവർ സെക്ഷനിലെ ആന്റിന യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ യൂസ് ചെയ്യുന്ന ആന്റിനയുടെ ഹൈറ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് റിസപ്ഷൻ, അതായത് നമ്മൾ സിഗ്നൽ റിസീവ് ചെയ്യുന്ന ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ക്വാളിറ്റി ഓഫ് റിസപ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മിക്സിംഗ് ഓഫ് സിഗ്നൽസ്, അതായത് നമ്മൾ ഇന്റർഫറൻസ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, അതായത് സിഗ്നൽസ് നമ്മൾ മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മോഡുലേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറ്റ് അലൗസ് ദ മൾട്ടിപ്ലെക്സിംഗ് ഓഫ് സിഗ്നൽസ്. മൾട്ടിപ്ലെക്സിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
Then also it allows bandwidth adjustments. അപ്പൊ ഇത് ഇത്രയാണ് need for modulation. Increases the range of communication, it reduces the height of antenna, it improves the quality of reception, it avoids the mixing of signals, it allows the multiplexing of signals, and it allows bandwidth adjustments. ഓക്കെ, ഇതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടൈപ്സ് ഓഫ് മോഡുലേഷൻ. അതായത് നമ്മൾ മോഡുലേഷനെ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് അനലോഗ് മോഡുലേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിജിറ്റൽ മോഡുലേഷൻ. ഇനി അനലോഗ് മോഡുലേഷൻ തന്നെ നമുക്ക് വീണ്ടും 3 ടൈപ്പായിട്ട് പറയാൻ പറ്റും. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെയാണ് നമ്മൾ AM വേവ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി മോഡുലേഷൻ നമ്മൾ FM എന്ന് പറയും. ഫേസ് മോഡുലേഷൻ PM. ഇനി ഡിജിറ്റൽ മോഡുലേഷനും ഇതേപോലെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, സെക്കൻഡ് വൺ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്, ആൻഡ് തേർഡ് വൺ ഈസ് ഫേസ് ഷിഫ്റ്റ് കീയിങ്. അപ്പൊ നമ്മളിപ്പം ആദ്യം നോക്കാൻ പോകുന്നത് അനലോഗ് മോഡുലേഷനെ കുറിച്ചാണ്. അതായത് അനലോഗ് മോഡുലേഷനിലുള്ള ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബേസിക്കലി നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ അനലോഗ് മോഡുലേഷനിൽ വരുന്ന ഈ 3 മോഡുലേഷൻ എന്താന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും in AM the amplitude of the carrier signal varies in proportion to the instantaneous amplitude of the modulating signal. അതായത് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ carrier സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് വേരി ചെയ്യുന്നത് in accordance with the instantaneous amplitude of the modulating signal. അതായത് നമ്മുടെ ഈ carrier സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നത് വഴി നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബേസിക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ ഡെഫിനിഷൻ നമ്മൾ ബിടെക്കിനൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ സിഗ്നൽ ഇസ് വേരി ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയും. അതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആ പേരിൽ തന്നെയുണ്ട്. അതായത് നമ്മുടെ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ഇവിടെ വേരി ആവുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? The frequency of the carrier signal is varied in accordance with the instantaneous amplitude of the modulating signal. അപ്പൊ ഇവിടെ ഏത് പാരാമീറ്റർ ആണ് വേരി ആവുന്നത്? ഫ്രീക്വൻസി ആണ് വേരി ആവുന്നത്. അതായത് നമ്മുടെ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിയാണ് ഫ്രീക്വൻസി മോഡുലേഷനിൽ വേരി ആവുന്നത്. അപ്പം ഈ സമയത്ത് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഏതിന്റെ കേസിലാണ്? ഫ്രീക്വൻസി മോഡുലേഷന്റെ കേസിൽ. അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ കേസിലാണെങ്കിലും നമ്മുടെ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് മാത്രമാണ് വേരി ചെയ്യുന്നത്, കീപ്പിംഗ് ദ ഫ്രീക്വൻസി ആൻഡ് ഫേസ് കോൺസ്റ്റന്റ്. ഇനി ലാസ്റ്റ് വൺ ഫേസ് മോഡുലേഷൻ. ഫേസ് മോഡുലേഷനിൽ എന്തായിരിക്കും? The phase of the carrier signal is varied in accordance to the instantaneous value of the modulating signal. അതായത് ഫേസ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കാരിയർ സിഗ്നലിന്റെ ഫേസ് വാല്യൂ ആണ് വേരി ആവുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫേസ് ഷിഫ്റ്റിംഗ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ് നമ്മുടെ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഓരോ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ജനറൽ ആപ്ലിക്കേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് AM ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ FM നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫിഡിലിറ്റി ഓഡിയോ ട്രാൻസ്മിഷൻ. പിന്നെ അതുപോലെ തന്നെ ഫേസ് മോഡുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ്. അപ്പൊ ഈ ബേസിക് ആപ്ലിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിലാണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി മോഡുലേഷൻ യൂസ് ചെയ്യുന്നത് ഹൈ ഫിഡിലിറ്റി ഓഡിയോ ട്രാൻസ്മിഷൻ പർപ്പസിനാണ്. പിന്നെ അതുപോലെ തന്നെ ഫേസ് മോഡുലേഷൻ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം AM എന്താണ്, FM എന്താണ്, PM എന്താണ്, ഈ മൂന്നും തമ്മിൽ ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ, എന്താണ് ഫേസ് മോഡുലേഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് വേരി ആവുന്നത്. ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി ആണ് വേരി ആവുന്നത്. ഫേസ് മോഡുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കാരിയർ സിഗ്നലിന്റെ ഫേസ് ആണ് വേരി ആവുന്നത്. പിന്നെ ഏത് പാരാമീറ്റർ ആണ് വേരി ആവുന്നത്?
ബാക്കി രണ്ടും എന്തായിരിക്കും, ബാക്കി രണ്ട് പാരാമീറ്റേഴ്സ് ആ കേസിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ കേസിലാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മാത്രമേ വേരി ആവുള്ളൂ, ഫ്രീക്വൻസി ഫേസോടെ കോൺസ്റ്റന്റ് ആയിരിക്കും. FM-ലാണെങ്കിൽ ഫ്രീക്വൻസി മാത്രമേ വേരി ആവുള്ളൂ, ആ സമയത്ത് ആംപ്ലിറ്റ്യൂഡും ഫേസും കോൺസ്റ്റന്റ് ആയിരിക്കും. ഫേസ് മോഡുലേഷനിലാണെങ്കിൽ ഫേസ് മാത്രമേ വേരി ആവുള്ളൂ, കീപ്പിംഗ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ കുറിച്ചാണ് നോക്കാനുള്ളത്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണെന്നുള്ളത് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞു. അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ക്യാരി സിഗ്നൽ ഇസ് വേരിഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ മെസ്സേജ് സിഗ്നൽ, അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയും. അതായത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ വേവ് ഫോം എടുത്ത് നോക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ആൻഡ് ദ ക്യാരി സിഗ്നൽ. അതായിരിക്കും നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതാണ് ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ വേവ് ഫോം എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരി സിഗ്നൽ ആണ്. ഏറ്റവും ലാസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അതായത് നമ്മുടെ മെസ്സേജ് സിഗ്നലിന്റെയും ക്യാരി സിഗ്നലിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഔട്ട്ലൈൻ ആയിട്ട് പോയിട്ടുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എൻവലപ്പ് എന്ന് പറയുന്നത്. അതായത് മോഡുലേറ്റഡ് സിഗ്നലിന്റെ എൻവലപ്പ് എന്ന് പറയും. പിന്നെ ഇതിന്റെ മിനിമം ആംപ്ലിറ്റ്യൂഡും മാക്സിമം ആംപ്ലിറ്റ്യൂഡും അതിൽ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് നിങ്ങൾ വേവ് ഫോം ഇങ്ങനെയായിരിക്കും വരിക. അതായത് ഇതിൽ നമുക്ക് നോക്കാൻ അറിയാൻ പറ്റും ഇൻസ്റ്റന്റേനിയസ്, അതായത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ക്യാരി സിഗ്നൽ ഇസ് വേരിഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇനി ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് റിലേറ്റഡ് കുറച്ച് ഇക്വേഷൻസ് നോക്കാം. പിന്നെ അതിന്റെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു ട്രാൻസ്മിറ്റർ സെക്ഷന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ട്രാൻസ്മിറ്റർ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു സർക്കിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ, ഇതാണ് നമ്മുടെ മോഡുലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മോഡുലേറ്ററിലോട്ട് നമുക്കറിയാം മോഡുലേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, രണ്ട് സിഗ്നൽസ് വേണം അല്ലെ. ഒന്ന് മോഡുലേറ്റിംഗ് സിഗ്നലും വേണം, പിന്നെ എന്ത് വേണം, ക്യാരി സിഗ്നലും വേണം. അപ്പൊ മോഡുലേറ്ററിലോട്ട് ആദ്യം ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ, അതായത് നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നൽ വരുന്നുണ്ട്. ഈ ബേസ് ബാൻഡ് സിഗ്നൽ ആണ് നമ്മുടെ ഇൻഫോർമേഷൻ സിഗ്നൽ. പിന്നെ ഇനി നമുക്ക് എന്ത് വേണം, ക്യാരി സിഗ്നൽ വേണം അല്ലെ. ഈ ക്യാരി സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു RF ഓസിലേറ്റർ വെച്ചിരിക്കുന്നത്. ഈ RF ഓസിലേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹൈ ഫ്രീക്വൻസി ക്യാരി സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ മോഡുലേറ്റിംഗ് സിഗ്നലും ഈ ഹൈ ഫ്രീക്വൻസി ക്യാരി സിഗ്നലും കൂടെ എന്ത് ചെയ്യും, ഈ മോഡുലേറ്ററിൽ വരും. അപ്പൊ മോഡുലേറ്റർ എന്താ ചെയ്യുന്നത്, does the function of modulation, അതായത് സൂപ്പർഇമ്പോസിംഗ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ആൻഡ് ക്യാരി സിഗ്നൽ. ഇനി മോഡുലേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ ആയിരിക്കും. അത് എങ്ങോട്ടായിരിക്കും പോകുന്നത്, ഒരു RF പവർ ആംപ്ലിഫയർ. കാരണം നമ്മുടെ ട്രാൻസ്മിറ്ററിലോട്ട്, അതായത് ഇത് ട്രാൻസ്മിറ്റർ ആന്റിനാണല്ലോ, ഈ ട്രാൻസ്മിറ്റർ ആന്റിനയിലോട്ട് നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽ പോകുന്നതിന് മുന്നേ ആ ട്രാൻസ്മിറ്റർ ആന്റിനയ്ക്ക് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് പവർ ലെവൽ റിക്വയർഡ് ആയിരിക്കും. അപ്പൊ ആ പവർ ലെവലിലോട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റർ ആന്റിനയ്ക്ക് മുന്നേ ഒരു RF പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ആംപ്ലിഫയർ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ആംപ്ലിഫൈഡ് മോഡുലേറ്റഡ് വേവ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസ്മിറ്റർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചാനലിലോട്ട് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പം ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത് റിലേറ്റഡ് കുറച്ച് ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാരി സിഗ്നലിന്റെ ഇക്വേഷൻ ആണ്, cos 2π fct, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, cos omega ct. കാരണം ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, 2πf. അപ്പം നമ്മൾ എന്ത് പറയാൻ പറ്റും, ഒന്നെങ്കിൽ cos omega ct എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒമേഗയ്ക്ക് 2πf കൊടുത്ത cos 2π fct എന്ന് പറയും. അതാണ് നമ്മുടെ ക്യാരി സിഗ്നൽ. ഇനി നമ്മുടെ മോഡുലേറ്റിംഗ് മെസ്സേജ് സിഗ്നൽ MFT എന്ന് പറയുന്നത് എന്താണ്, cos 2π fmt, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ cos omega t എന്ന് പറയാം അല്ലെ. അതായത് നമ്മുടെ ഒമേഗയ്ക്ക് 2πf എന്ന് കൊടുത്താൽ മതി. അപ്പം മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ MFT എന്ന് പറയുന്നത് ഒന്നെങ്കിൽ cos omega mt അല്ലെങ്കിൽ cos 2π fmt എന്ന് പറയും. ഇനി AM സിഗ്നലിന്റെ ഇക്വേഷൻ ആണ് ഈ ഏറ്റവും ലാസ്റ്റ് കൊടുത്തേക്കുന്ന ഇക്വേഷൻ. അത് അറിഞ്ഞിരിക്കുക, കാരണം അത് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഈ ഇക്വേഷൻസ് മൂന്നെണ്ണവും ബേസിക് ആയിട്ടുള്ളത് അറിഞ്ഞിരിക്കുക. AM സിഗ്നലിന്റെ വേവ് ഫോമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് SAM of t എന്ന് പറഞ്ഞാണ്
ഞാനിവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇതിൽ സി എന്ന് പറഞ്ഞിട്ടും പല നൊട്ടേഷൻസും കൊടുത്തിട്ടുണ്ട്. ഓരോ ടെക്സ്റ്റിലും ചിലപ്പോൾ നൊട്ടേഷൻസ് വേരി ചെയ്തെന്ന് വരാം. എസ് എ എം ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എ സി പ്ലസ് എം ഓഫ് ടി കോസ് 2π FCT. ഓക്കെ, ഇതാണ് എ എമ്മിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. എ സി പ്ലസ് എം ഓഫ് ടി കോസ് 2π FCT. എ സി എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ക്യാരി സിഗ്നൽ ആണ്. എഫ് സി എന്ന് പറയുന്നത് അറിയാലോ, ഫ്രീക്വൻസി ഓഫ് ദ ക്യാരി സിഗ്നൽ. ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഈ ഇക്വേഷൻസ് 3 അറിഞ്ഞിരിക്കുക. ക്യാരി സിഗ്നലിന്റെ 2π FCT അല്ലെങ്കിൽ കോസ് ഒമേഗ CT. മോഡുലേറ്റിംഗ് മെസ്സേജ് സിഗ്നലിന്റെ ഇക്വേഷൻ എം ഓഫ് ടി ഇസിക്കൽ ടു കോസ് ഒമേഗ MT അല്ലെങ്കിൽ കോസ് 2π FMT. ഇനി എ എം സിഗ്നലിന്റെ ഇക്വേഷന്റെ വാല്യൂ എന്താണ്? എ സി പ്ലസ് എം ഓഫ് ടി കോസ് 2π FCT. ഇനി അതുപോലെ തന്നെ നമ്മുടെ എ എമ്മിന്റെ പവറിന്റെ ഇക്വേഷൻ അതും അറിഞ്ഞിരിക്കുക. കാരണം ഇതിനെയും ബേസ് ചെയ്ത് ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിച്ചെന്ന് വരാം. അതായത് നമ്മുടെ എ എം സിഗ്നലിന്റെ ടോട്ടൽ പവർ, അതിനെ ഞാൻ പി സഫിക്സ് ടി എന്ന് പറഞ്ഞാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. പി സഫിക്സ് ടി എന്ന് പറയുന്നത് എന്താണ്? പി സി ഇൻറ്റു 1+m²/2. പി ടി എന്ന് പറയുന്നത് ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ എന്ന് പറയുന്നത് പി ഈസ് ഇക്വൽ ടു പി സി. പി സി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്യാരിയർ സിഗ്നലിന്റെ പവർ ആണ് പി സി എന്ന് പറയുന്നത്. പിന്നെ എം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. അതായത് ഇവിടെ നമ്മൾ പെർസെന്റേജ് മോഡുലേഷൻ ഇൻഡെക്സ് ആണ് എടുക്കുന്നത്. സോ എം ഇസ് ദ പെർസെന്റേജ് മോഡുലേഷൻ ഇൻഡെക്സ്. പി സി എന്ന് പറയുന്നത് ക്യാരിയർ സിഗ്നലിന്റെ പവർ. ഓക്കെ, അപ്പൊ ഈ ഒരു ടോട്ടൽ പവർ നെയിം സിഗ്നലും അറിഞ്ഞിരിക്കുക. പി ടി ഈസ് ഇക്വൽ ടു പി സി ഇൻറ്റു 1+m²/2. ഇനി നമ്മുടെ സൈഡ്, അതായത് നമ്മുടെ എ എം സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ സ്പെക്ട്രം നോക്കിയാൽ നമുക്കറിയാം അതിൽ ഒരു സിംഗിൾ ഇത് ക്യാരിയർ മാത്രമല്ല, അതിൽ നമുക്ക് സൈഡ് ബാൻഡ്സും ഉണ്ട്. അപ്പൊ ഇതില് 1 സൈഡ് ബാൻഡ് പവറിന്റെ ഇക്വേഷൻ ആണ് പി ടി മൈനസ് പി സി ബൈ 2. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ നമുക്ക് അടുത്ത നോക്കാനുള്ളത് ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ ആണ്. അതായത് ഒരു എ എം സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ആണ് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ എ എമ്മിന്റെ സ്പെക്ട്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു സിംഗിൾ ഫ്രീക്വൻസി മാത്രമായിരിക്കില്ല. അതായത് ഇപ്പൊ സെന്റർ പോർഷനിൽ ഒരു എഫ് സി എന്നുള്ള ഒരു ഇതാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് 2 സൈഡ് ബാൻഡ്സ് ഉണ്ട് അല്ലെ. അതായത് അപ്പർ സൈഡ് ബാൻഡും ലോവർ സൈഡ് ബാൻഡും. അപ്പൊ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി ദ ഡിഫറൻസ് ഓഫ് അപ്പർ സൈഡ് ബാൻഡ് ആൻഡ് ലോവർ സൈഡ് ബാൻഡ്. അപ്പൊ അപ്പർ സൈഡ് ബാൻഡ് നമ്മൾ എഫ് സി പ്ലസ് എഫ് എം എന്ന് ഡിനോട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ലോവർ സൈഡ് ബാൻഡ് എഫ് സി മൈനസ് എഫ് എം എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ ഡിഫറൻസ് ഓഫ് ദീസ് 2 സിഗ്നൽസ്, ദാറ്റ് ഇസ് എഫ് സി പ്ലസ് എഫ് എം മൈനസ് എഫ് സി മൈനസ് എഫ് എം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ബാൻഡ് വിഡ്ത്തിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? ബാൻഡ് വിഡ്ത്ത് വിൽ ബി ഈക്വൽ ടു 2 ടൈംസ് എഫ് എം. അപ്പം ഒരു എം മോഡുലേറ്റഡ് വേവിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2FM. ഇത് അറിഞ്ഞിരിക്കുക. എ മോഡുലേറ്ററിന്റെ ബാൻഡ് വിഡ്ത്ത് 2FM, ട്രാൻസ്മിറ്റഡ് പവർ PT is equal to PC into 1+m²/2. അപ്പൊ ഈ 2 ഇക്വേഷൻസും ഒന്ന് പഠിച്ചു വെക്കുക. ഇനി മോഡുലേഷൻ ഇൻഡെക്സ് എന്താണെന്ന്, അതായത് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സിനെ എം എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാറുണ്ട്. പിന്നെ ചില ടെക്സ്റ്റിൽ ന്യൂ എന്നുള്ളൊരു നൊട്ടേഷനും കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് ദ ഡെപ്ത് ടു വിച്ച് ദ ക്യാരിയർ സിഗ്നൽ ഇസ് മോഡുലേറ്റഡ്. അതായത് നമ്മുടെ ക്യാരിയർ സിഗ്നൽ എന്തുമാത്രം മോഡുലേഷൻ അണ്ടർഗോൺ ആയിട്ടുണ്ടെന്നുള്ള ആ ഒരു ഡെപ്ത് ലെവൽ കാണിക്കുന്നതാണ് എന്താ നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, യൂഷ്വലി നമ്മൾ എപ്പോഴും പെർസെന്റേജ് മോഡുലേഷൻ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അപ്പൊ മോഡുലേഷന്റെ വാല്യൂ യൂഷ്വലി എമ്മിന്റെ കേസിൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ എം എന്ന് അല്ലെങ്കിൽ ന്യൂ എന്ന് പറഞ്ഞിട്ടും അതിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പം എം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇ എം ബൈ ഇ സി, അല്ലെങ്കിൽ ചില ടെക്സ്റ്റില് ഈ ഇ എമ്മിന് പകരം എ എം ബൈ എ സി എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡും അതാണ് എ എം അല്ലെങ്കിൽ ഇ എം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇ സി അല്ലെങ്കിൽ എ സി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ്. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എം ഇസ് ഇക്വൽ ടു ഇ എം ബൈ ഇ സി. പിന്നെ അല്ലാതെ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സിന് നമ്മുടെ സിഗ്നലിന്റെ പീക്ക് വാല്യൂയും പിന്നെ മിനിമം വാല്യൂയും വെച്ചിട്ട് നമുക്ക് പറയാറുണ്ട്.
ആ ഫോർമുലയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് അതായത് ഇമാക്സ് മൈനസ് ഇ മിനിമം ബൈ ഇമാക്സ് പ്ലസ് ഇ മിനിമം. ഈ രണ്ട് ഫോർമുലാസും അറിഞ്ഞിരിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് ചിലപ്പം രണ്ട് രീതിയിലും ചോദിക്കാം. ചിലപ്പം ഇ എമ്മും ഇ സിയുടെ വാല്യൂ തന്നിട്ട് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ പീക്ക് വാല്യൂസും മിനിമം വാല്യൂസും ആയിരിക്കും തന്നിട്ടുള്ള, അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സിന്റെ രണ്ട് ഫോർമുലാസ് അറിഞ്ഞിരിക്കുക. മോഡുലേഷൻ ഇൻഡെക്സ് എം അല്ലെങ്കിൽ മ്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇ എം ബൈ ഇ സി അല്ലെങ്കിൽ ഇമാക്സ് മൈനസ് ഇ മിനിമം ബൈ ഇമാക്സ് പ്ലസ് ഇ മിനിമം. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQs ഒന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മോഡുലേഷൻ ഇൻഡെക്സ് ഫോർ ആൻ AM wave having maximum and minimum peak to peak voltages of 14 millivolt and 6 millivolt respectively is. ഇത് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം ഇതെങ്ങനെയാണെന്ന്. അതായത് ഇവിടെ നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ എന്തൊക്കെ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്? ഇവിടെ മാക്സിമം പീക്ക് വാല്യൂവും തന്നിട്ടുണ്ട്, മിനിമം വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പൊ മാക്സിമം പീക്ക് വാല്യൂ എത്രയാണ്? 14 മില്ലി വോൾട്ടും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 6 മില്ലി വോൾട്ടും. അപ്പൊ നമ്മളിവിടെ ഏത് ഫോർമുല ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്? mu is equal to a max minus a minimum by a max plus a minimum, അല്ലെങ്കിൽ e max minus e minimum by e max plus e minimum. ഇനി വാല്യൂസ് എല്ലാം ഡയറക്ട്ലി തന്നിട്ടുണ്ട്. അതായത് എ മാക്സിന്റെ വാല്യൂ ആണ് 14 മില്ലി വോൾട്ട്, പിന്നെ എ മിനിമത്തിന്റെ വാല്യൂ ആണ് 6 മില്ലി വോൾട്ട്. വാല്യൂസ് എന്ത് ചെയ്യുക? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 14 മില്ലി വോൾട്ട് മൈനസ് 6 മില്ലി വോൾട്ട് ബൈ 14 മില്ലി വോൾട്ട് പ്ലസ് 6 മില്ലി വോൾട്ട്. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആൻസർ കിട്ടേണ്ടത് 0.4 ആണ്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും ചെയ്ത് നോക്കുമ്പോ ഇങ്ങനെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കാരിയർ ഓഫ് പീക്ക് വോൾട്ടേജ് 15 വോൾട്ട് is used to transmit a message signal. If the modulation index is 70%, then what will be the peak voltage of the modulating signal? അപ്പം ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ വാല്യൂ ആണ് അല്ലേ? അതായത് നമ്മുടെ എമ്മിന്റെ വാല്യൂ ആണ്, അത് എ സഫിക്സ് എമ്മിന്റെ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പീക്ക് വോൾട്ടേജ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ, ദാറ്റ് ഇസ് എമ്മിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? അപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 70% തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാരിയർ ഓഫ് പീക്ക് വോൾട്ടേജ്, അതായത് എ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ, 15 വോൾട്ട്. അപ്പൊ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഫോർമുല അറിയാം. എന്താണ്? mu is equal to AM by AC. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? AM ആണ്. അപ്പൊ AM will be equal to എന്താ? mu into AC എന്ന് വരും. അപ്പൊ mu എന്ന് പറയുന്നത് നമുക്കറിയാം 70 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് പെർസെന്റേജ് ആണ്. അപ്പൊ പെർസെന്റേജിന് നമുക്ക് എന്ത് ചെയ്യണം? 70 by 100 അങ്ങനെ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ചെയ്യണം. 70 by 100 into AC യുടെ വാല്യൂ തന്നിട്ടുണ്ട് എന്താ? 15 വോൾട്ട്. അപ്പൊ നിങ്ങൾ ആൻസർ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 10.5 വോൾട്ട് എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. എല്ലാവർക്കും ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ കേസിൽ ഓപ്ഷൻ സി ആണ് ആൻസർ, 10.5 വോൾട്ട്. അതായത് പാരാമീറ്റേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആ ഫോർമുലയിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ മതി. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് why is AM used for broadcasting in communication systems? First option, its use avoids receiver complexity. Second one, it is more immune to other modulation systems. Third one, it requires less transmitting power. And last one, no noise disturbances. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്, ഇറ്റ്സ് യൂസ് അവോയ്ഡ്സ് റിസീവർ കോംപ്ലക്സിറ്റി. അതായത് നമ്മൾ നീഡ് ഫോർ മോഡുലേഷനിൽ കണ്ടായിരുന്നു. അതായത് നമ്മൾ റിസീവർ സെക്ഷനിൽ അവിടെ
നമ്മൾ റിസീവർ സെക്ഷനിൽ കോംപ്ലക്സിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി എന്ത് ചെയ്തിരുന്നത് എം യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീഡ് ഫോർ മോഡുലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം മേ ബി അതിനെ തന്നെ എന്ത് ചെയ്യാം ഇതുപോലെ MCQs ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇറ്റ്സ് യൂസ് അവാർഡ്സ് റിസീവർ കോംപ്ലക്സിറ്റി. At the fourth question, a 500-watt carrier is amplitude modulated to a depth of 60%. What is the total power of the transmitted wave? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ പവർ ഓഫ് ദ ട്രാൻസ്മിറ്റഡ് വേവ്, അതായത് PT ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് PTയുടെ ഫോർമുല അറിയാം. എന്താണ്? PT is equal to PC into 1 plus m square by 2 അല്ലെ? അപ്പൊ ഇതിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്? നമ്മുടെ ക്യാരിയർ വേവിന്റെ പവർ തന്നിട്ടുണ്ട് അല്ലെ? PC തന്നിട്ടുണ്ട് 500 വാട്ട്. പിന്നെ അതുപോലെ തന്നെ മോഡുലേഷൻ ഇൻഡെക്സ് എമ്മിന്റെ വാല്യൂ തന്നിട്ടുണ്ട് എന്താ? 60%. അപ്പം എന്ത് ചെയ്താൽ മതി? ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. PT is equal to PC 500 into 1 plus എന്താ 16 നമ്മൾ എന്ത് ചെയ്യണം? പെർസെന്റേജിലാണ് തന്നിരിക്കുന്നത്, അതിനെ കൺവേർട്ട് ചെയ്യുക. 60/100 ആ വാല്യൂ സ്ക്വയർ ബൈ 2 ചെയ്യുക. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആൻസർ D ആണ് കിട്ടേണ്ടത്, അതായത് 590 വാട്ട് ആണ് കിട്ടേണ്ടത്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് PT is equal to PC into 1 plus m square by 2. PC എന്ന് പറയുന്നത് നമുക്കറിയാം 500 വാട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ മോഡുലേഷൻ ഇൻഡെക്സ് 60 എന്ന് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആ ഫോർമുലയിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, ആൻസർ കിട്ടും. അപ്പൊ ഇത് എല്ലാവർക്കും ഇങ്ങനെ രീതിയിൽ കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. Okay, അടുത്ത question. Fifth one. In amplitude modulation, the instantaneous values of the carrier amplitude changes in accordance with the amplitude and frequency variations of the modulating signal. Is this statement true or false? അതായത് true or false statement ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതൊരു ബേസിക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് A ആണ് അല്ലേ? അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്യാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണല്ലേ അവിടെ വേരി ആവുന്നത്, കീപ്പിംഗ് ദ ഫ്രീക്വൻസി ആൻഡ് ഫേസ് കോൺസ്റ്റന്റ്. അപ്പൊ അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇവിടെ ക്യാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ഇവിടെ വേരി ആവുന്നത് ഇത് ഫ്രീക്വൻസി. അപ്പം ആ ഒരു കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ആവണമെന്ന് ഉള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ദ ആൻസർ ഇസ് ട്രൂ. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അല്ലെങ്കിൽ നീഡ് ഫോർ മോഡുലേഷൻ അങ്ങനെയുള്ള കുറെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് ഇതുപോലെ ട്രൂ ഓർ ഫാൾസ് അങ്ങനെയായിട്ടും ചോദിക്കാം. അപ്പം അതുകൊണ്ട് ഈ ഡെഫിനേഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്ക്. ഓക്കെ, ഇതിൽ ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 6. What is the percentage of modulation if the modulating signal is of 7.5 volt and carrier is of 9 volt? ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? മോഡുലേഷൻ ഇൻഡെക്സ് ആണല്ലേ. മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്? VC തന്നിട്ടുണ്ടല്ലേ. VC എന്ന് പറയുന്നത് നമ്മുടെ ക്യാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 9 വോൾട്ട്. പിന്നെ അതുപോലെ എന്ത് തന്നിട്ടുണ്ട്? മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡും തന്നിട്ടുണ്ട് അല്ലേ. അതായത് VM അല്ലെങ്കിൽ AM വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? 7.5 വോൾട്ട്. എന്ത് ചെയ്താൽ മതി? ഫോർമുലയിൽ ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അതായത് M is equal to VM by VC അല്ലെങ്കിൽ AM by AC. വാല്യൂസ് തന്നിട്ടുണ്ട്. VM എന്ന് പറയുന്നത് എന്താണ്? 7.5. പിന്നെ VC എന്ന് പറയുന്നത് 9. അപ്പം 7.5 by 9 പിന്നെ പെർസെന്റേജിലാണ് കണ്ടുപിടിക്കാൻ പറ്റിയിരിക്കുന്നത്. സോ ഇൻറ്റു 100 കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും? 83.33 കിട്ടും. അതായത് ഓപ്ഷൻ C ഇസ് ദ റൈറ്റ് ആൻസർ. എല്ലാവർക്കും ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. An amplitude modulated signal has a carrier frequency of 10 kilohertz. The upper sideband is transmitted at 11 kilohertz. The bandwidth required for the AM signal to transmit is. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ബാൻഡ്വിഡ്ത്ത് ആണല്ലേ ചോദിച്ചേക്കുന്നത്. ബാൻഡ്വിഡ്ത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം AM കേസിൽ ബാൻഡ്വിഡ്ത്തിന്റെ ഫോർമുല എന്താണ്? 2FM ആണ് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് FM വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല.
പക്ഷെ നമുക്ക് എന്തൊക്കെ പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്? ക്യാരിയർ സിഗ്നലിന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? അതായത് FC തന്നിട്ടുണ്ട് എത്രയാ? 10 കിലോ ഹെർട്സ്. പിന്നെ അപ്പർ സൈഡ് ബാൻഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാ? 11 കിലോ ഹെർട്സ്. അപ്പം അപ്പർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത് എന്താണ്? FC പ്ലസ് FM ആണ് അല്ലേ? അപ്പം FC പ്ലസ് FM എന്ന് പറയുന്നതാണ് 11 കിലോ ഹെർട്സ്. FCയുടെ വാല്യൂ നമുക്കറിയാം, അപ്പർ സൈഡ് ബാൻഡിന്റെ വാല്യൂ അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? FM കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? അതായത് FC പ്ലസ് FM ഇസ് ഇക്വൽ ടു 11 കിലോ ഹെർട്സ് ആണല്ലോ. അപ്പം FM എന്ന് പറയുന്നത് എന്തായിരിക്കും? 11 മൈനസ് 10, അതായത് 1 കിലോ ഹെർട്സ് ആയിരിക്കും FMന്റെ വാല്യൂ. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? 2FM. FMന്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ബാൻഡ് വിഡ്ത്ത് വിൽ ബി ഈക്വൽ ടു 2 into 1 കിലോ ഹെർട്സ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 കിലോ ഹെർട്സ്. അതായത് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ, 2 കിലോ ഹെർട്സ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ അല്ലേ? ആദ്യം നമ്മള് എന്ത് ചെയ്തു? FMന്റെ വാല്യൂ കണ്ടുപിടിച്ചു. FMന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ചു? അപ്പർ സൈഡ് ബാൻഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, പിന്നെ FCയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ FMന്റെ വാല്യൂ കണ്ടുപിടിച്ചു. പിന്നെ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ബാൻഡ് വിഡ്ത്തിന്റെ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു. ആർക്കും ഇതുവരെ ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. Okay, question number 8. What is the range of frequency for standard amplitude modulation broadcast? അതായത് ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ബ്രോഡ്കാസ്റ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച് ആണ് ചോദിച്ചേക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 535 to 1605 കിലോ ഹെർട്സ്. ഇത് അറിഞ്ഞിരിക്കുക. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ ഫ്രീക്വൻസി range of broadcast 535 to 1605 kilohertz. At the 9th question, a 500 watt carrier is modulated at a depth of 80%. Calculate the total power in the modulated wave. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ പവർ ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. PT ആണ് ചോദിച്ചിരിക്കുന്നത്. PTയുടെ ഇക്വേഷൻ നമുക്കറിയാം, PC into 1 plus m square by 2. PCയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എമ്മിന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. എത്ത് വരും 500 into 1 plus 80 by 100 ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ കിട്ടും. അത് അതിന്റെ സ്ക്വയർ ബൈ 2. അപ്പൊ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടത് 660 വാട്ട് എന്നാണ്. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് ഓഫ് AM സിഗ്നൽ ഇസ്. ഒരു AM സിഗ്നലിന്റെ ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? 2 omega m ആണ്. ഇതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം.